അടിപൊളി അടിപൊളി സൂപ്പർ. 1 മിനിറ്റ് ലാഗില്ല. കിടിലം പടം. എല്ലാവർക്കും വന്നിരുന്ന് കാണാം. എല്ലാ ഏജ് ഗ്രൂപ്പിനും പറ്റിയ പടം. കിടിലം പടം. എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റാത്ത സൂപ്പർ. നല്ല അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി പടം. അടിപൊളി പടം. അടിപൊളി പടം. അതെ അതെ. സെക്കൻഡ് ഹാഫ് ഫുൾ ഫൈറ്റ് ആണ്. നല്ല രസമുള്ള ഫൈറ്റ് ആണ്. നമുക്ക് ബോറ് അടിക്കൂല. സോ മസ്റ്റ് വാച്ച് ഐ വുഡ് സേ. ഏതാ അത് നമ്മൾ റമാനിക്കയുടെ അടുത്ത് ചോദിക്കണം. എനിക്ക് പറയാൻ പറ്റില്ല. താങ്ക് യു. നല്ല പടം. നല്ല പടം. രക്ഷയില്ല. എല്ലാവരും അഭിനയിച്ച ആർട്ടിസ്റ്റുകളെല്ലാവരും വൻ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നസ്ലിൻ, സന്ദീപ്, ഗണപതി കേണു അതൊക്കെ ക്ലൈമാക്സിലൊക്കെ വെറുതെ ചുമ്മാ സീൻ. അടിപൊളി വൻ പടം. എന്തായാലും പടം പോയി കാണാം. ചിരിയും നല്ല ചിരിയും അതേപോലെ ആക്ഷനും എല്ലാം അടിപൊളിയായി വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു. അതെ അതെ അതെ. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരും കൂടി ഇന്ന് കാണുമ്പോൾ ഒരു മത്സരമില്ല. എല്ലാം നല്ലതല്ലായിരുന്നു. അപ്പോൾ നമുക്ക് മരണമാസായാലും ബസൂക്കയിലായാലും നമുക്ക് അറിയുന്ന ആൾക്കാരും ഇപ്പം ഇന്നലെ തന്നെ ടോയ് ചേട്ടൻ നമ്മളെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമുക്കൊക്കെ ഓൾ ദി ബെസ്റ്റ് തരാൻ വേണ്ടിയിട്ട്. അപ്പം ഇറ്റ്സ് ഹെൽത്തി കോമ്പറ്റീഷൻ. ദിസ് നോ കോമ്പറ്റീഷൻ ഐ തിങ്ക്. ഇത് വേറൊരു ഹിസ്റ്റാണ്. കാണാതെ. താങ്ക് യു. എല്ലാം ഉണ്ട് ഇതിൽ. കോമഡി ഉണ്ട്, ഫൈറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. എല്ലാവരുടെ ആക്ടിങ്ങും ഡയറക്ഷനും എല്ലാം അടിപൊളിയായിരുന്നു. ഇടിപ്പടമായിട്ട് വന്ന് കാണരുത്. എല്ലാം നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു മൂവിയാണ്. ത്രൂ ഔട്ട് എൻഗേജിങ് ആണ് മൂവി. സൂപ്പറാണ്. എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നെസ്ലിനൊക്കെ ഭയങ്കരമായിട്ട് ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെയാണ് എടുത്തിട്ടുള്ളത്. മസ്റ്റ് തിയേറ്റർ വാച്ച്. സന്തോഷമുണ്ട് ഭയങ്കര. ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനിയും ഒരുപാട് എല്ലാവരും കാണട്ടെ. അവർ ബാക്കി ആൾക്കാർ പറയട്ടെ. ആൾക്കാർ ഭയങ്കര കോമഡിയൊക്കെ പറയുമ്പോൾ ചിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. നമുക്ക് കണ്ടു നോക്കാം. എനിക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. കോമഡി ആയതുകൊണ്ട് കുറച്ചൊക്കെ ഇടി കിട്ടി. പക്ഷെ സഹിക്കാവുന്നതായിരുന്നു. ശരി വേണ്ട പിക്കപ്പ് ലൈൻ ഞാൻ നിർത്തി. അതിൻ്റെ കാലം കഴിഞ്ഞു. ഞാൻ ആകെ ഇപ്പോൾ എല്ലാവരോടും ഒന്ന് എനിക്ക് അടിപൊളിയായിരുന്നു എന്ന് അവരെ അറിയിച്ചിട്ട് നമ്മുടെ ടീമിനെ ഒന്ന് കാണണം. ഞാനിങ്ങനെ കുറേ പേരുള്ളായിരുന്നു. ഓരോരുത്തരുടെ അടുത്ത് പറയണം. വലിയൊരു ടീമായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും തകർത്തിട്ടുണ്ട്. എല്ലാവരുടെയും ടൈമിങ്ങും ഒക്കെ ഫൈറ്റ് കൊറിയോഗ്രാഫിയും ഒക്കെ എല്ലാം എവറിത്തിങ്. ഡയറക്ഷനും ഇതിനു വേണ്ടി നമ്മൾ ഒരുമിച്ചൊരു ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു 5 മാസം. എല്ലാവരും വരട്ടെ. എല്ലാവരും ഉണ്ടല്ലോ. ഒക്കെ നമ്മളെ സഹപ്രവർത്തകരല്ലേ. എല്ലാ സിനിമയും നന്നാവട്ടെ. എല്ലാവരും ആളുണ്ടാവട്ടെ. അപ്പോൾ ഓക്കെ. താങ്ക് യു. എല്ലാവരും തിയേറ്ററിൽ വാ. ശരി. ഇമോഷണലായിരുന്നു കാണുമ്പോൾ ഒബ്വിയസ്ലി ഒരു. പക്ഷെ പിന്നെ എക്സൈറ്റ്മെന്റ് കൂടി. ഓരോ സീൻ കാണുമ്പോൾ ഓരോ പഞ്ചൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും വാവ് എന്ന് പറഞ്ഞു പോകും. അങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഉറപ്പായിട്ടും തിയേറ്റർ തന്നെ പോയി കാണണം. അടിപൊളിയാണ്. യെസ്. താങ്ക് യു. അത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്ത് കണ്ടിട്ട് തോന്നുന്നു? എല്ലാവരും ഒരുപാട് ഫൈറ്റുകളുണ്ട്. എല്ലാവരും കാണേണ്ട ഫൈറ്റുകളാണ്. ബോക്സിംഗ് പരിപാടികളുണ്ട്. എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പടം ഹിറ്റാക്കി തരാം. പിന്നല്ലാതെ ഹിറ്റാണ്.